അപ്പോൾ ഇംഗ്ലീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സിവിൽ സർവീസ് ഇപ്പോഴും പറ്റില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. സിവിൽ സർവീസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ എത്ര പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ്. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇത്രയൊക്കെ പഠിച്ചു, നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ അപ്പുറത്തെ കോച്ചിങ് എടുത്ത ഒരാൾ ഇതിൻ്റെ ഇരട്ടി പഠിച്ചിട്ടുണ്ടാവും. മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് വിട്ട് ഇതിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടാവും. ചില ഓപ്ഷനിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പണ്ട് ഞാൻ എടുത്ത ഒരു മിസ്റ്റേക്കാണ്, ഞാൻ മാത്സ് ഓപ്ഷനിലായിട്ട് എടുത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മാത്സ് എടുത്തത് ആ ജില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ മാത്സ് എടുത്തത്. കാരണം നമ്മൾ ഭയങ്കര റിഗറസ് ആയിട്ടുള്ള എക്സാം പ്രൊസീജിയറിൽ കൂടി ഒരു ആളെ സെലക്ട് ചെയ്തു. അയാൾക്കൊരു ടെർമിനൽ ഇല്ലസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത 2 മാസത്തിനുള്ളിൽ അയാൾ സിക്ക് ആവുന്നു വിചാരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സീറ്റ് അവിടെ വേസ്റ്റ് ആയില്ലേ. സിവിൽ സർവീസസ് എക്സാം മലയാളത്തിലും എഴുതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ കുറെ പേര് ഇംഗ്ലീഷിലും നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജിൽ ഏതിൽ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ബെറ്റർ? മലയാളത്തിൽ എഴുതുന്നതായിരിക്കോ ബെറ്റർ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും എഴുതുന്നതായിരിക്കോ? അതായത് ആക്ച്വലി ഈ ഏത് ഇന്ത്യൻ ലാംഗ്വേജിലും എഴുതാമെന്ന് UPSC കൊണ്ടുവന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻക്ലൂസിവിറ്റി. എല്ലാവർക്കും വേണം. അത് ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രം പോരാ സിവിൽ സർവീസിലേക്ക്. ഏത് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം ഹിന്ദി അറിയുന്ന ആൾക്കാർ, മലയാളം, തമിഴ്, കന്നഡ ഇവർ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവരും കൂടി വേണം എന്നൊരു ഉദ്ദേശമില്ല. കാരണം ഇത് ഇമ്പീരിയൽ സിവിൽ സർവീസ് അല്ല, ബ്രിട്ടീഷ് സിവിൽ സർവീസ് അല്ല, ഇന്ത്യൻ സിവിൽ സർവീസ് ആണ്. അതുകൊണ്ടാണ് ഈ ലാംഗ്വേജും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ സക്സസ് റേറ്റ്, ഇംഗ്ലീഷ് എഴുതുന്ന കുട്ടികളാണ് ക്ലിയർ ആയതിൽ ഭൂരിഭാഗവും, 99% വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിന് 1-2 റീസൺസ് ഉണ്ട്. ഒരു റീസൺ, നമുക്ക് പഠിക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇംഗ്ലീഷിലാണ്, മലയാളത്തിലില്ല. ബുക്സ് ഇപ്പോൾ ഏത് നമ്മളൊരു കൺവെൻഷനലി റീഡ് ചെയ്യുന്ന ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാലും അത് അവൈലബിൾ ആവുന്നത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലില്ല. ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ, അതിൽ നമുക്ക് 2 ലാംഗ്വേജിലാണ് ക്വസ്റ്റ്യൻസ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലീഷിൽ, വേറൊന്ന് ഹിന്ദിയിൽ. ഓക്കെ, മലയാളത്തിൽ അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഒന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മെയിൻ എക്സാമിനേഷനിൽ ഇംഗ്ലീഷ് ഒരു മാൻഡേറ്ററി പേപ്പറാണ്, കമ്പൽസറി പേപ്പറാണ്. അതായത് പേപ്പർ B എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതണം. പേപ്പർ A നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിൽ പേപ്പർ B ഇംഗ്ലീഷ് കമ്പൽസറിയാണ്. അതുകൊണ്ട് കഴിഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് കുറച്ചുകൂടി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാം. ഇന്റർവ്യൂ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിന്ദിയിൽ അറ്റൻഡ് ചെയ്യാം, മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാം, ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, ഓപ്ഷൻസ് നമുക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ബോർഡിനെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇംഗ്ലീഷ് നല്ല രീതിയിൽ. ഇതെല്ലാത്തിനുപരി വേറെ വലിയൊരു റീസൺ ഉണ്ട്. നമ്മൾ സിവിൽ സർവീസ് പാസ്സായി, നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നു, നമ്മൾ ലബാസ്റ്റിനിൽ ഫൗണ്ടേഷൻ കോഴ്സിന് പോകുന്നു. IAS ആണെങ്കിൽ അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ IPS ആണെങ്കിൽ നാഷണൽ പോലീസ് സർവീസ് അക്കാഡമി, ഹൈദരാബാദ്, സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് സർവീസ് അക്കാഡമിയിലേക്ക് വരുന്നു. ഇവിടെ ക്ലാസ് ഏത് ലാംഗ്വേജിൽ ഉണ്ടാവുക? ഇംഗ്ലീഷ്, റൈറ്റ്. അവിടെ നമുക്ക് മലയാളത്തിൽ കിട്ടുമോ ക്ലാസ്? ഹിന്ദിയിൽ കിട്ടുമോ? ഇല്ല. അവിടെ ചിലപ്പോൾ ഹിന്ദി, ചിലപ്പോൾ ചെറിയ രീതിയിൽ ബൈലിംഗൽ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വരുമായിരിക്കും, എന്നാലും ക്ലാസ് ഇംഗ്ലീഷിലാണ്. അവിടെ നമുക്ക് അറൗണ്ട് 200 അടുത്ത് എക്സാം എഴുതി പാസ്സാവാനുണ്ട്. അതായത് സർവീസ് കയറുന്നതിന് മുമ്പേ ട്രെയിനിങ് ടൈമിൽ നമ്മൾ ഒരുപാട് എക്സാമിനേഷൻ നമ്മൾ എഴുതി പാസ്സാവണം. അത് ഏത് ലാംഗ്വേജിലാണ് ഉണ്ടാകുന്നത്? ഇംഗ്ലീഷ്. ഓക്കെ, അത് കഴിഞ്ഞ് സർവീസിലേക്ക് കയറി വിചാരിക്കാം, നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഏത് ലാംഗ്വേജിലായിരിക്കും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഇംഗ്ലീഷ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വേറൊരു സ്റ്റേറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എല്ലാത്തിലും നമുക്ക് ഇംഗ്ലീഷ് ആവശ്യം അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സിവിൽ സർവീസ് ഇപ്പോഴും പറ്റില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഓക്കെ, ഇനി അതിൻ്റെ ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ശശി തരൂർ ലെവലിൽ ഇംഗ്ലീഷ് അറിയുമോ എന്നുള്ളതല്ല. ഓക്കെ, നമ്മൾ പൃഥ്വിരാജിനെ പോലെ ഇംഗ്ലീഷ് പറയാനും ഇവിടെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആവശ്യം വളരെ സിമ്പിളായ, വളരെ കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലുള്ള ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വലിയ ഫ്ലവറി ലാംഗ്വേജ്, കടിച്ചാൽ പൊട്ടാത്ത വേർഡുകൾ, ഇതൊന്നും നമുക്ക് സിവിൽ സർവീസിന് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അവിടെ അത് മാത്രമാണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതുപോലെ തന്നെ സിവിൽ സർവീസിൽ കുറേ ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഏത് ഓപ്ഷനിൽ എടുക്കുന്നതായിരിക്കും സക്സസ് ആവാൻ വേണ്ടിയിട്ട് ബെനിഫിറ്റ് കൂടുതലുള്ളത്? സിവിൽ സർവീസിൻ്റെ ഓപ്ഷനിൽ ആക്ച്വലി പണ്ട് പ്രിലിംസിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ CSAT ഉള്ള സ്ഥലത്ത് പണ്ട് പ്രിലിംസിനും ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ 2 പേപ്പറാണ്. ഓക്കെ, ഓപ്ഷനിൽ പലപ്പോഴും വളരെ ക്രൂഷ്യലാണ്. കാരണം
ഓപ്ഷണലിൻ്റെ മാർക്ക് നമ്മുടെ റാങ്കിനെ ഡിസൈഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണത്. ഓപ്ഷണലിൻ്റെ മാർക്ക്, എസ്സേൻ്റെ മാർക്ക്, എത്തിക്സിൻ്റെ മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ റൈറ്റ് ഓപ്ഷനിൽ ചൂസ് ചെയ്യുക എന്നുള്ളത് അത് 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റൈറ്റ് ഓപ്ഷനിൽ ചൂസ് ചെയ്യുക. ഓക്കെ, അതിൽ അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് കാര്യം ഇൻട്രസ്റ്റ് ആണ്. നമുക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ചില ഓപ്ഷനിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷേ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതെടുത്തതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മളിങ്ങനെ പഠിച്ചു. കാരണം ഓപ്ഷനിൽ കുറച്ച് ബാക്കി സബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു സബ്ജക്റ്റുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ജനറൽ സ്റ്റഡീസിൽ 1 ഒരു പാർട്ട് മാത്രം ഹിസ്റ്ററി വരുന്നത്, ബാക്കി ജോഗ്രഫി വരുന്നുണ്ട്, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, സൊസൈറ്റി, ആ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ പക്ഷേങ്കിൽ ഒരു സബ്ജക്റ്റിന് 2 പേപ്പറാണ് വരുന്നത്, പേപ്പർ 6ഉം 7ഉം. റൈറ്റ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഡെപ്തിലേക്ക് പഠിക്കേണ്ടി വരും, കുറച്ചും കൂടി നമ്മൾ ഇൻട്രസ്റ്റോടെ പഠിക്കേണ്ടി വരും. സോ ഫസ്റ്റ് ഫാക്ടർ അത് ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം അത് എത്രത്തോളം സ്കോറിംഗ് ആണ് നോക്കണം. ചില ഓപ്ഷണൽസ് നമുക്ക് മാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ സ്കോറിംഗ് പാറ്റേൺ എത്ര നല്ല രീതിയിൽ സ്കോറിംഗ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അവിടെയാണ് നമ്മൾ ഈ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചൂസ് ചെയ്യാൻ നമ്മൾ കാരണം നല്ല രീതിയിൽ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മൂന്നാമത്തത്, നമ്മൾ ഈ ഓപ്ഷനിൽ എടുത്തത് കൊണ്ട് നമുക്ക് ജനറൽ സ്റ്റഡീസിന്, അതായത് UPSCൻ്റെ ബാക്കി സബ്ജക്റ്റിനോ കരിയറിലോ, അതായത് സർവീസിൽ കയറിയതിന് ശേഷം എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നതും കൂടി നോക്കണം. ഇപ്പോൾ ഒരു IFS ആഗ്രഹമുള്ള ഒരാൾ PSIR ഓപ്ഷനിൽ എടുക്കുന്നു, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഡെഫിനറ്റ്ലി അയാൾക്ക് ഉപകാരമുണ്ട്. കാരണം എന്താ, നമ്മൾ IFS ആണ് ആഗ്രഹിക്കുന്നത്, IFSലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇൻ്റർനാഷണൽ സ്ഫിയറിൽ എന്തൊക്കെ നടക്കുന്നു, ജിയോ പൊളിറ്റിക്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് പകരം അയാൾ ആനിമൽ ഹസ്ബൻഡറി എടുത്തിട്ട് കാര്യമുണ്ടോ, അഗ്രികൾച്ചർ എടുത്തിട്ട് കാര്യമുണ്ടോ? കാരണം അവർ അതെ ഫോറിൻ സർവീസിലേക്ക് പോകുന്ന ഒരാൾ അഗ്രികൾച്ചർ എടുത്തുകൊണ്ട് അവിടെ വലിയ കാര്യമില്ല. നമുക്ക് ഫ്യൂച്ചറിലേക്ക് യൂസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണം. നാലാമത്തെ ഒരു കാര്യം, ഈ ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ എത്രത്തോളം ഉണ്ട്, കോച്ചിങ് അവൈലബിൾ ആണോ, ടീച്ചേഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. പിന്നെ ഒരു അഞ്ചാമത്തെ കാര്യം, ഞാനത് അധികം റെക്കമെൻഡ് ചെയ്യാറില്ല, പക്ഷേ എന്നാലും ചില ആൾക്കാർ നോക്കുന്ന കാര്യമാണ്, കൂടെ ആരെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കും നമ്മൾ. അതായത് ഇതേ ഓപ്ഷനിൽ എടുത്തിട്ടുള്ള ആൾക്കാർ കൂടെ. ഇപ്പോൾ പണ്ട് ഞാൻ എടുത്ത ഒരു മിസ്റ്റേക്കാണ്, ഞാൻ മാത്സ് ഓപ്ഷനിലായിട്ട് എടുത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മാത്സ് എടുത്തത് ആ ജില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ഡിസ്ട്രിക്റ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ മാത്സ് എടുത്തത്. അപ്പോൾ ബുക്സ് ആരോട് ചോദിക്കണം എന്നറിയില്ല, എന്ത് പഠിക്കണം എന്നറിയില്ല, കോച്ചിങ് എവിടെ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഒരു 1 മന്തിനുള്ളിൽ തന്നെ ഞാൻ മാത്സ് ഡ്രോപ്പ് ചെയ്തു. ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. നമുക്ക് നെറ്റിലും ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ അല്ല. ഇന്നാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോക്കാമായിരുന്നു, പക്ഷെ അന്ന് അത്രയ്ക്ക് അവൈലബിൾ അല്ല. ഈ EdTech, അതായത് ഓൺലൈൻ ക്ലാസ് ഒന്നും നമുക്ക് തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു 10 വർഷത്തെ മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായിരുന്നു അത്രയ്ക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് മെയിൻലി, ഈ 4 ഫാക്ടേഴ്സാണ് ഓപ്ഷണലായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുറേ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ഞാൻ കോച്ചിങ്ങിന് പോവില്ല, ഞാൻ സെൽഫ് സ്റ്റഡി ആയിട്ട് തന്നെ പഠിച്ചോളും എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അവരുടെ സക്സസ് റേറ്റ് എങ്ങനെയായിരിക്കും? ടു ബി ഓണസ്റ്റ്, ഇപ്പോൾ കോച്ചിങ്ങിന് പോയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സെൽഫ് സ്റ്റഡി ആയിട്ട് നടത്താം. പക്ഷേ 1 ഇയർ കൊണ്ട് പഠിക്കേണ്ടത് ചിലപ്പോൾ 3 to 4 years എടുക്കും. ചിലപ്പോൾ അത് പറ്റിയില്ല എന്നും വരും. കാരണം കോച്ചിങ് എടുക്കുന്നത് കൊണ്ട്, കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മൾ എന്ത് പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിനാണ് കാര്യം. ഓക്കെ, ഇപ്പം ചില ആർമി ഇൻ്റർവ്യൂസൊക്കെ അവർ ഡിസൈറബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ അവരെടുക്കുള്ളൂ. അവരൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, ആ സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന ആളുകളെ എടുക്കും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന 500 ആൾക്കാരിൽ ആ സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരാൾ പോലും ഇല്ലെങ്കിൽ അവരൊരാളെ പോലും എടുക്കില്ല. 500 പേരെ അവർ തിരിച്ചയക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോങ് റിക്രൂട്ട് ഒരു ബറ്റാലിയനെ, ഒരു കമ്പനീൻ്റെ മൊത്തം ലൈഫ് ത്രെട്ടൺ ചെയ്യും, അല്ലെങ്കിൽ ലൈഫിന് ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ സെക്യൂരിറ്റീനെ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ കറക്റ്റ് റിക്രൂട്ടിന് മാത്രമേ അവിടെ എടുക്കുള്ളൂ. പക്ഷേ സിവിൽ സർവീസിൽ അങ്ങനെയല്ല. സിവിൽ സർവീസിൽ മൊത്തം എക്സാം എഴുതുന്ന 4 ലക്ഷം 5 ലക്ഷം ആൾക്കാരിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 12,000 ആൾക്കാരെ പ്രിലിംസ് ക്ലിയർ ചെയ്യും. അതിനുശേഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2000 സംതിങ് ആൾക്കാരെ മെയിൻസ് എടുക്കും. അതിനുശേഷം അതിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത, അല്ലെങ്കിൽ നല്ല മാർക്ക് എടുത്തിട്ടുള്ള ഒരു 1000 ആൾക്കാരെ ഫൈനൽ ലിസ്റ്റിലേക്ക് എടുക്കും. ഓക്കെ, അവിടെ എന്തില്ല, ഡിസൈറബിൾ സ്റ്റാൻഡേർഡ് ഒരുപാട് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഉള്ളതിൽ, അതായത് വന്ന കാൻഡിഡേറ്റ്സിൽ ഏറ്റവും നല്ല ആളുകൾ എത്ര ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ സിവിൽ സർവീസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ എത്ര പഠിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതാണ്. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇത്രയൊക്കെ പഠിച്ചു, നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ അപ്പുറത്ത് കോച്ചിങ് എടുത്ത ഒരാൾ ഇതിൻ്റെ ഇരട്ടി പഠിച്ചിട്ടുണ്ടാവും, മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് വിട്ട് ഇതിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ഓക്കെ ഫൈൻ. ബട്ട് മറ്റേ ആൾ അതിനേക്കാളും എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ, നല്ല രീതിയിലുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും എക്സാമിന് വന്നിട്ടുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി ആർക്കായിരിക്കും കൂടുതൽ അങ്ങനെ കോച്ചിങ് എടുത്ത കുട്ടിക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കോച്ചിങ്ങിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്, ഒന്ന് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നത്, അത് എത്രത്തോളം ഏത് രീതിയിൽ പഠിക്കണമെന്ന് ഒരാൾ സ്വയം
എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് മുമ്പേ ആ വഴിയിൽ നടന്നു പോയ ആളുകളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെൻറ്റേഴ്സ്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്നത് പഠിക്കണം, ഇന്ന ബുക്ക് നോക്കുക, ഇത്ര പഠിച്ചാൽ മതി, ഇത് പഠിക്കണം എന്ന്. അതേപോലെ ഒരു കുട്ടി സ്വയം പഠിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു മേ ബി ഒരു 6 hours കൊണ്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് ഒരു 30 minutes കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മെൻറ്റർക്ക് പറ്റും. കാരണം അവർ ഓൾറെഡി അതിലേക്കൂടി നടന്നു പോയ ആൾക്കാരാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം പിയർ ഗ്രൂപ്പ്, നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കോമ്പറ്റേറ്റീവ് എക്സാമാണ്, ഞാൻ നല്ല രീതിയിൽ പഠിച്ചു, പക്ഷേ അത് ടെസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? ഒരു എക്സാം നടക്കണം അവിടെ, അല്ലേ? ബാക്കിയുള്ളവർ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? ഓക്കെ, ബാക്കിയുള്ളവർ എന്നെക്കാളും പഠിച്ചിട്ടുണ്ട്. സോ എഗെയിൻ കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പഠിക്കണം. ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കോച്ചിങ് നമുക്ക് ബെനിഫിഷ്യലാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് UPSC എവിടെയും പറഞ്ഞിട്ടില്ല കോച്ചിങ് അക്കാഡമിയിൽ പഠിച്ചിട്ട് വരണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് UPSC ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ, IAS കിട്ടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ കോമ്പറ്റീഷൻ ഫീൽഡിൽ നോക്കുമ്പോൾ ഇത് എപ്പോഴും നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ കുറേ സർവീസസ് ഉണ്ടല്ലോ സിവിൽ സർവീസിൽ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഐ ടെസ്റ്റ്, അതേപോലെ ഫിറ്റൊക്കെ ആണോ എന്ന് നോക്കുന്നത് IPS മാത്രമാണോ അതോ ബാക്കി സർവീസിലും? അല്ല, IPS കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സർവീസിലും ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ആ സ്റ്റേജിൽ മേ ബി ഇൻ്റർവ്യൂവിൻ്റെ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ UPSC തന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. കാരണം the government is going to invest huge amount of money on you. ട്രെയിനിങ്ങിലായി കഴിഞ്ഞാലും അതിനങ്ങോട്ടേക്ക് ആയി കഴിഞ്ഞാൽ സോ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബോഡി എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് ഗവൺമെൻറ് നോക്കണം. കാരണം നമ്മൾ ഭയങ്കര റിഗറസ് ആയിട്ടുള്ള എക്സാം പ്രൊസീജിയറിൽ കൂടി ഒരു ആളെ സെലക്ട് ചെയ്തു, അയാൾക്കൊരു ടെർമിനൽ ഇല്ലസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത 2 മാസത്തിനുള്ളിൽ അയാൾ സിക്ക് ആവുന്നു എന്നായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ലൈക്ക് പിന്നെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സീറ്റ് അവിടെ വേസ്റ്റ് ആയില്ലേ, ഈ എഫേർട്ട് മുഴുവൻ വേസ്റ്റ് ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് UPSC എന്ത് ചെയ്യുന്നു? UPSC എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യും. കാരണം ഇയാൾക്ക് എത്രത്തോളം ഫിസിക്കലി ഇയാൾ ഏബിൾ ആണെന്ന് ടെസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ഇൻ്റർവ്യൂ സ്റ്റേജിൽ. പക്ഷേ IPS ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈദരാബാദ് പോലീസ് അക്കാഡമിയിൽ നിന്ന് തന്നെ എക്സ്പേർട്സ് ഒക്കെ വന്ന് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ഫിസിക്കൽ ടെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ എന്തെങ്കിലും കണ്ടീഷൻസ് കണ്ടു, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒബീസിറ്റി ആണ് ഒരു പ്രശ്നം എന്ന് വിചാരിക്കാം, ടൈം തരും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ടൈം തരും. ഓക്കെ, ഇപ്പം മേ ബി ഐ പ്രോബ്ലം, ലൈക്ക് ഐസൈഡിൻ്റെ പ്രശ്നമായിരിക്കും, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ചെറിയ സർജറി കാര്യങ്ങളോ ചെയ്ത് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ടൈം തരും. എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ മാത്രമാണ് അത് റിജക്ഷനിലേക്ക് പോകുന്നത്. IPS മാത്രമാണ് അത് നോക്കുന്നത്. IPS ഇൻറ്റൻസ് ആയിട്ട് നോക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള സർവീസിലും ഒരു ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അവിടെ. നമ്മുടെ വൈറ്റൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് അവിടെ പരിശോധിക്കും. ഇവൻ മെൻ്റൽ ഹെൽത്തും കൂടി അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ IPS കുറച്ചുകൂടി ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷൻ വരുന്നുണ്ട്. കാരണം അതിൽ കുറച്ച് ഫിസിക്കൽ കാര്യങ്ങൾ വരുന്നതുകൊണ്ട്. അതായത് നമ്മളിപ്പം IPS ഒക്കെ അവരൊക്കെ കമാൻഡോ ആ ലെവലിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ആളുകളായതുകൊണ്ട് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് അതിൽ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഇൻ്റർവ്യൂ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇതിനൊന്നും പറ്റി നമ്മൾ ആദ്യം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഫിസിക്കലി, അപ്പോൾ എനിക്ക് ലൈക്ക് IPS കിട്ടുമോ, അങ്ങനെ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഓക്കെ, നമുക്ക് ആ സ്റ്റേജ് വരെ എത്താലോ. അതിൽ നമുക്കിപ്പോൾ IPS ആവുന്നില്ല എന്നിരിക്കും, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്ക് IAS ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, നമ്മളിപ്പോൾ അത് വറി ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ UPSC തന്നെ അവിടെ തരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അപ്പിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ സ്റ്റേജിൽ എത്തുമ്പോൾ ഉള്ള കാര്യമായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ അത് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അത് ലാസ്റ്റ് സ്റ്റേജിലെ ചെറിയൊരു കാര്യമാണത്. അപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചെറിയൊരു കാര്യം മാത്രമാണ് ഈ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. Alchemy IAS, transforming dreams into reality.